ഹായ്, വീട്ടിലെ കൂട്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രാവിലെ ചന്തയിലോട്ട് പോയപ്പോൾ നല്ല അടിപൊളി കുറച്ച് കൊഴിയാള മീൻ കിട്ടി. പെട്ടെന്ന് തന്നെ അതിനെ കഴുകി വൃത്തിയാക്കി പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. ആദ്യം ആവശ്യത്തിനുള്ള മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്തു. മുളക് പൊടി ഇട്ടതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇതേ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ടതിന് ശേഷം ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഇതിനെ കൈകൊണ്ട് തന്നെ നമുക്ക് വിരവിയെടുക്കാം. ഈ മീനിലേക്ക് എല്ലാ മസാല കൂട്ടി എണ്ണയും പറ്റി പിടിക്കട്ടെ. ചില ആൾക്കാർ പച്ചവെള്ളം ഒഴിച്ച് മസാല കൂട്ടിനെ വിരവിയെടുക്കും. പക്ഷെ അത് വറുത്തെടുക്കുമ്പോൾ എല്ലാം പൊടിഞ്ഞു പോകും. എണ്ണ ഒഴിച്ച് വിരവിയെടുക്കുമ്പോഴത്തേന് ആ മീൻ ഒരിക്കലും പൊടിഞ്ഞു പോകത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണ ഒഴിച്ച് തന്നെ മീൻ വറുക്കാൻ നേരത്ത് കുഴച്ചെടുക്കണം. പാചകം കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അങ്ങനെ നമ്മൾ പുരട്ടി വെച്ച മസാല എല്ലാം മീനിൽ പറ്റി പിടിച്ചിട്ടുണ്ടേ. ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരം ഈ മീൻ അടച്ച് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ മസാല കൂട്ടൊക്കെ പിടിക്കാൻ കരുതി. ഞാൻ എൻ്റെ വീട്ടിൽ മീൻ വറുക്കുമ്പം നമ്മൾ മീൻ കറി വയ്ക്കുന്ന ചട്ടിയിൽ തന്നെ മീനും വറുക്കുന്നത്. ചട്ടി ഒന്ന് ചൂടാവാൻ കരുതി നമുക്ക് ഗ്യാസ് അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ആവശ്യത്തിന് വറുത്ത് കോരാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ മീൻ വറുത്ത് കോരാൻ അധികം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മീനിൽ എണ്ണ പിടിക്കത്തേ ഇല്ല. ഞാൻ കാണിച്ചു തരാം. ഇനി എണ്ണ ചൂടായി വരട്ടെ. നമുക്ക് ചട്ടി ഒന്ന് ചുറ്റി കൊടുക്കാം. ആ എണ്ണ എല്ലായിടും ഒന്ന് പറ്റാൻ കരുതി. എണ്ണ നല്ലവണ്ണം തിളച്ച് കിട്ടി. ഇനി നമുക്ക് മീൻ പിറക്കിയിട്ട് കൊടുക്കാം. ഓരോ മീനായിട്ട് എടുത്തിട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഒരു 4 മീൻ ഇട്ട് കൊടുത്തു. ഇത് വറുത്ത് കോരി എടുത്തതിന് ശേഷം ബാക്കി മീൻ ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച എണ്ണയിൽ കിടന്ന് മീനൊക്കെ വേവുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് മീൻ വറുക്കുന്നത്? ചീനിച്ചട്ടിയിലോ അതോ ഇതുപോലെ ചട്ടിയിലാണോ? എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ഈ മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പം കണ്ടില്ലേ, മീൻ നമ്മൾ പൊടിയാതാണ് ഈ മീൻ എടുക്കുന്നത്. എണ്ണ ഒഴിച്ച് മസാലക്കൂട്ട് വിരവി എടുത്തുകൊണ്ടാണ് ഈ മീൻ പൊടിയാതെ എടുക്കുന്നത്. അതുകൊണ്ട് ഇനി മീനുള്ള മസാലക്കൂട്ട് വിരവുമ്പോൾ എണ്ണ ഒഴിച്ച് തന്നെ വിരവണം. പച്ചവെള്ളം ഒഴിച്ച് വിരവല്ലേ. അങ്ങനെ മുഴുവൻ മീനും മറിച്ചിട്ടിട്ടുണ്ട്. മീൻ മറിച്ചിട്ടതിന് ശേഷം ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്ത് കഴുകി ചതച്ച് ഈ മീൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ മീനിപ്പോൾ 2 സൈഡും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ കോരി എടുക്കുന്നത് കണ്ട ഒരു മീൻ പോലും പൊടിയുന്നില്ല. ഈ എണ്ണയിൽ തന്നെ നമുക്ക് 4 വറ്റൽമുളക് കഴുകിയിട്ട് കൊടുക്കാം. നമ്മൾ മുളകിന് മുൻപ് ബാക്കിയുള്ള മീനും കൂടി വറുത്ത് കോരിയെടുത്ത് അത് വീഡിയോ കാണിച്ചില്ല. നമ്മൾ ഈ എണ്ണയിലിട്ട മുളക് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനെ എടുത്ത് മാറ്റാം. നമ്മൾ മീൻ വറുത്ത എണ്ണ കണ്ടോ? ആദ്യം ഒഴിച്ച എണ്ണ ഞാൻ കാണിച്ചു തന്നല്ലോ. ഇത്രയും നമുക്ക് അധികം വന്ന എണ്ണയാണ്. അതുകൊണ്ടാണ് നമ്മൾ മീൻ ചട്ടിയിൽ മീൻ വറുത്തെടുത്ത്. അപ്പോൾ നമുക്ക് അധികം എണ്ണ ചിലവാകൂല. പിന്നെ ഒരു കാര്യം, ഈ മീനിൽ അധികം എണ്ണ പിടിക്കൂല. നമ്മൾ വറുത്തെടുക്കുന്ന മീനിൽ അധികം എണ്ണ പിടിക്കൂല. അങ്ങനെ നിങ്ങൾ ഇനി മീൻ വറുക്കുമ്പോൾ മീൻ ചട്ടി തന്നെ മീൻ വറുക്കണം. നമുക്ക് എണ്ണയൊന്നും അധികം മീനിൽ പിടിക്കൂല. മീനെടുത്ത് ചോറിൽ വെച്ചാൽ ഒരു തുള്ളി എണ്ണ ആ ചോറിൽ പിടിക്കൂല. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.